കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യുന്ന രീതി പറഞ്ഞല്ലോ. അപ്പം ആ കട്ട് ചെയ്ത ബ്ലൗസ് നമുക്ക് ഉപയോഗിച്ച് പിന്നെ 3 ബ്ലൗസ് എൻ്റെ തന്നിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. അപ്പം അടുത്ത ബ്ലൗസ് ആ കട്ട് ചെയ്ത മെഷർമെൻറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അളവതായതുകൊണ്ട് ആ ആൾക്കായതുകൊണ്ട് ഇത് നമ്മളിനി സെപ്പറേറ്റ് അളവെടുക്കണ്ട, ഇത് അത് വെച്ച് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. തുണിയെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ രണ്ടായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ആ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത ഭാഗം അളവല്ലാതെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. കണ്ടോ, മാർക്ക് ചെയ്യണമെങ്കിൽ അടയാളം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ വെട്ടിക്കൊടുക്കുക കേട്ടോ. കണ്ടോ, മാർക്ക് അടയാളപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ആ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം ഇങ്ങനെ ചെയ്യുവാണ്. വേണ്ട, നമ്മൾ മറ്റേ അടയാളം ഇട്ടേക്കുന്നതിനകത്ത് കൊള്ളിക്കാതെ അതിനകത്ത് ചാരി കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം അല്ലേ. നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ പീസ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തല്ലോ, ചെയ്യണ്ട അതേപോലെ അങ്ങ് മാർക്ക് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടയാളം മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോക്ക് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ അടയാളപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് ഇത് മാറ്റിയിട്ട് കട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അളവ് നമ്മൾ കട്ട് ചെയ്താൽ ആ അളവ് ഉപയോഗിച്ച് അടുത്ത ബ്ലൗസ് കട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ അതേപോലെ മെഷർമെൻ്റ് എടുക്കണ്ട കേട്ടോ. അതാണ് വീഡിയോയിൽ പറയുന്നത്. ആ വ്യക്തിക്ക് ആ മെഷർമെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ടക്കിൻ്റെ പോയിൻ്റ് അങ്ങ് അടയാളപ്പെടുത്താം കേട്ടോ. ഉണ്ട്, ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നേ സൂചി എടുത്ത് നീഡിലെടുത്തിട്ട് നീഡിലെടുത്തിട്ട് ഈ പോയിൻ്റ് ഇടാം. ഇതിൻ്റെ അത് ഞാൻ മാർക്ക് ചെയ്തത് അവിടെ തന്നെ അവിടെ അടയാളം ചെയ്യുക. വേണ്ട, കണ്ടോ, ഇതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ചെയ്തേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു, അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് കുഴിച്ച് വെട്ടേക്കുന്നതല്ലേ, ഇതിങ്ങനെ തന്നെ എടുക്കാം. കണ്ടോ, കണ്ടോ, ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇട്ടിട്ട് ആ രീതിയിൽ കട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ.
ഇത് ഫ്രണ്ട് പീസ്. ഫ്രണ്ടിൽ നമ്മൾ അരയിഞ്ച് കുഴിച്ച് വെട്ടിയില്ലേ, ഇത് സെൻറ്റർ ഷോൾഡറിൻ്റെ ഭാഗത്ത്. നമ്മൾ 1.5 ഇഞ്ച് മടക്കിയില്ലേ, ഇങ്ങനെ മടക്കി തയ്ക്കാനായിട്ട്, അതൊരു മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടേ, ആ കട്ടിങ് പീസ് വേണ്ടേ. ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇത് ഈ അളവ് പ്രകാരം ഇത് വെച്ചിട്ട് ഉണ്ടോ കറക്റ്റായിട്ട് ഇത് വെച്ചങ്ങ് എടുത്താൽ ഇത് നമുക്കൂടി 2 എണ്ണം കിട്ടി. ഇതേപോലെ ഒരെണ്ണം കൂടെ എടുക്കാം. ഉണ്ടോ. അപ്പം ബ്ലൗസിൻ്റെ ക്ലാസ് ഞാൻ 2 മാസത്തെ കോഴ്സായിട്ട് ഇടുന്നുണ്ട്. എല്ലാ ടൈപ്പ് ബ്ലൗസുകളും 2 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് തയ്ക്കാം. പിന്നെ അല്ലെങ്കിൽ അളവ് ബ്ലൗസിൽ നിന്ന് എടുത്ത് തയ്ക്കാം. എല്ലാ രീതിയിലും എല്ലാ മോഡലും, ലൈനിങ് ഇല്ലാത്തതും എല്ലാ മോഡലും ബ്ലൗസും പഠിപ്പിക്കുന്നതാണ്. വാട്സപ്പിലൂടെ ക്ലാസ് തരും. നമുക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കണ്ട് വീഡിയോ കണ്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി എല്ലാ ക്ലാസ്സും എടുക്കുന്നുണ്ട്. ബ്ലൗസിൻ്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക. അപ്പോൾ ഇതേപോലെ ഓരോ കാര്യം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഈ ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഈ പടി ഈ ഭാഗത്താണെന്ന് അറിയാൻ വേണ്ടി കൊളുത്ത് വെക്കുന്ന ഭാഗത്ത് അറിയാൻ വേണ്ടി ഒരു നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മറ്റേ ചെയ്തതുപോലെ കൊളുത്ത് വെക്കുന്ന പടിയും ഇത് നമുക്ക് എടുക്കാം. ഇത് 2 മടക്കാം. ഇവിടെ നമുക്ക് ഇത് കൊളുത്ത് വെക്കുന്ന പടി, ഇത് കൊളുത്തിടുന്ന പടി. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ പടി കട്ട് ചെയ്യണം അല്ലേ. ബാക്ക് പീസിൻ്റെ നമ്മൾ അടിമടക്കി തയ്ക്കാനായിട്ട് ഇനി നമുക്ക് ക്രോസ് പീസ് എടുക്കണം. ഇത് ബ്ലൗസിൽ നിന്ന് അപ്പം തന്നെ അതിൽ നിന്നെല്ലാം ചെയ്തെടുക്കണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമുക്ക് ബാലൻസ് പീസ് ഉണ്ട്. ആകെ 1 മീറ്റർ 1.5 1.10 കാണുള്ളൂ. അത് 1 ഓഫ് ഉണ്ടെങ്കിൽ നമുക്ക് കേട്ടോ. അതുകൊണ്ട് തുണി അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകാതെ. ഇതാണ് കഴുത്തിൻ്റെ പീസ്. ഈ ബാലൻസ് മാറ്റി വെച്ചേക്കണം, ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് ഇനി സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതെല്ലാം കൂടെ ഒറ്റ കളർ കേട്ടോ. പെട്ടെന്ന് ബ്ലൗസ് കട്ട് ചെയ്തില്ലേ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ. നമ്പർ കൊടുത്തേക്കാം.
ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.